ഈ വിശുദ്ധ ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ ബോബി പാസ്റ്റർ കേരളത്തിലായിരിക്കുന്നല്ലോ. പാസ്റ്ററിൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. നല്ലപോലെ ഈ സ്പെഷ്യൽ സൺഡേയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ ദാസൻ ആൽവിനിലൂടെ മനോഹരമായൊരു ദൂത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമുക്ക് കർത്താവ് നമ്മളെ കേൾപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കയ്പുള്ള ഹൃദയങ്ങളൊക്കെ മാറ്റിയിട്ട് നന്ദിയുള്ളൊരു ഹൃദയമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് തന്നെ അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? കർത്താവിൻ്റെ ദാസൻ ജോൺസനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ചർച്ചിൻ്റെ എൽഡേഴ്സിനായി എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് ഒരു ദൈവത്തിൻ്റെ വചനം ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളെ ഇന്ന് ഭയങ്കരമായിട്ട് തൊട്ട ഒരു വചനമാണ് കർത്താവിൻ്റെ ദാസൻ ആൽവിനിലൂടെ ദൈവം നമ്മളെ കേൾപ്പിച്ചത്. രാമേൻ പറഞ്ഞ പോയിന്റ് ചെറുതാണെങ്കിലും ആശയങ്ങൾ വലുതാണ്. നമ്മളെപ്പോഴും നന്ദിയുള്ള ഹൃദയമായിരിക്കണം. അതൊക്കെ ഞങ്ങൾ മെറോളി താമസിക്കുന്ന സമയത്ത് ഒരുപാട് ജീവിതത്തിൻ്റെ മുമ്പിൽ ഒത്തിരി തിരമാലയും കൊടുങ്കാറ്റും ഒക്കെ അടിച്ച സമയങ്ങളിൽ ഞാനിങ്ങനെ ഓർത്ത് എങ്ങനെ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയൊക്കെ ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ അന്ന് മെറോളി ബസ് ടെർമിനൽ ഇപ്പോഴത്തെ പോലെ അല്ലായിരുന്നു. ഞാനവിടെ നിൽക്കുമ്പോൾ സ്റ്റാൻഡിൽ അന്ന് ഒരു പാരഡൈസ് എന്ന് പറയുന്ന ഒരു മലയാളി ഹോട്ടലൊക്കെ ഉണ്ട്. അതിൻ്റെ വാതൊക്കെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊരു മനുഷ്യനെ കാണുവാണ്. ബസ്സിൻ്റെ അകത്തുനിന്ന് പൈസ കളക്ട് ചെയ്യുന്ന ഒരാൾ. പുള്ളിക്ക് ഈ കൈ വിടുന്നില്ല, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇല്ല, കാലിൻ്റെ രണ്ട് സ്ഥലവും കാലില്ല ഇവിടുന്ന് മുട്ടിൻ്റെ അവിടെ നിന്ന് മാറ്റിയേക്കുന്ന ഒരു മനുഷ്യൻ. രണ്ട് ഷോൾഡറും ഇല്ല. പേന വായിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന ബുക്കിൽ താൻ എഴുതുക. അപ്പം തൻ്റെ കയ്യിലേക്ക് കൊണ്ടാണ്, കൈയില്ല, തൻ്റെ കയ്യിലാണ് ബസ്സുകാർ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നത്. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിനക്ക് രണ്ട് കൈയും കാലും ഉണ്ട്, അവനും ജീവിക്കുന്നല്ലോ. രാമൻ പറഞ്ഞാട്ടെ, അവനും ജീവിക്കുന്നെങ്കിൽ നീയും ജീവിക്കും. രാമൻ പറഞ്ഞു. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളും ശക്തിയോടെ ജീവിക്കാൻ പോവുകയാണ്. റോമാലേഖനം എടുത്താട്ട് 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആമേൻ. ആ വാക്യം ഓർത്തൊരു നല്ല ഹല്ലേലൂയ പറയണം. ഞാനും കുറേ ദിവസങ്ങളായിട്ട് ഭക്ഷണമൊക്കെ വെടിഞ്ഞ് ഉപവാസമായിട്ട് പ്രാർത്ഥനയായിട്ടിരിക്കുക. ഇപ്പോഴത്തെ എൻ്റെ സ്റ്റേജിൽ എനിക്ക് ഉപവാസം ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ സമയമാണെങ്കിലും നമ്മളങ്ങ് ജബർദസ്തി ദൈവസന്നിധിയിൽ അങ്ങ് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. കാര്യം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഒരു കാര്യത്തിന് മാത്രം സമയം ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് നമ്മൾ സമയം ഉണ്ടാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണേ. കർത്താവ് സഹായിച്ചാൽ അടുത്ത സൺഡേയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-28 വായിച്ചത് മനോഹരമായ 2-3 വാക്കുകളുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഒരാമയം പറഞ്ഞാട്ടെ. ദൈവത്തെ സ്നേഹിക്കുക. അവിടെ ഞാൻ നിൽക്കുന്നില്ല. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ നമ്മളിവിടെ വന്ന ആരും നാട്ടിൽ പറയുന്ന പോലെ വഴിയെ പോയപ്പോൾ കയറി വന്നതല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നിർണയത്തോടെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവം വലിയ പ്ലാൻ ഇട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുമല്ല എൻ്റെ വിഷയം. അടുത്ത വാക്യമാണ് സകലതും എന്ത് ചെയ്യും? ഒന്ന് ഉറക്കെ പറഞ്ഞ്, സകലതും നന്മയ്ക്കായി വ്യാപരിക്കും. പറഞ്ഞാട്ടെ. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കാൻ പോകുന്നതും ദൈവമക്കൾ ഓർത്തണം, എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കാൻ പോകുകയാണ്. നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്നലകളിൽ സംഭവിച്ച പല വിഷയങ്ങളിൽ ദുഃഖിതരായിരിക്കും നമ്മൾ. ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ.
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയത്തിൻ്റെ അകത്ത് നമുക്ക് ചോദിക്കാൻ ഒത്തിരി കാര്യങ്ങൾ കാണാം. പക്ഷേ ഈ വാക്യം നമ്മൾ വായിച്ചു വരുമ്പോൾ അറിയാം, എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം കൂടി വ്യാപരിപ്പിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കാൻ പോകുകയാണ്. ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. ശാലാബാർധനിയ സഫ്രദേനിയ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കാൻ പോകും. നമ്മുടെ തലയിലെ മുടിയുടെ എണ്ണം അറിയുന്ന കർത്താവ്, അതിലൊരു മുടി കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം മാറ്റുന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇതിൽ നിന്ന് മറ്റൊരു ദൂതിലേക്കാണ് വരാൻ ആഗ്രഹിച്ചത്. പക്ഷേ നമുക്ക് മുന്നിൽ ഒരു വലിയ സമയം മുന്നിലുണ്ടല്ലോ, അതുകൊണ്ട് വേഗത്തിൽ ഒരു വചനത്തിൽ പ്രവേശിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നാട്ടെ. അതിൻ്റെ 45-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം, അതിൻ്റെ 5-7 വായിച്ചിട്ട്. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആമേൻ. ഈ വാക്യം ഇനി ശ്രദ്ധിച്ചാണ്. നമ്മൾ വായിച്ച വാക്യം, എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. ആമേൻ. അപ്പോൾ അതിന് പറ്റിയ ഒരാളെ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നാണ്. ഒരാമേൻ പറഞ്ഞോട്ടെ. അപ്പം ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിറ്റത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വ്യസനിക്കേണ്ട. കണ്ടോ, അതിൽ നിങ്ങൾ വിഷാദിക്കാൻ വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ അയച്ചതാ. 37-ാം അധ്യായം 37 എടുത്തട്ടെ. 37-18. അവർ അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. കേട്ടോ, ഈ 45-ന്റെ 5-ാം വാക്യത്തിൽ പറയുന്ന സഹോദരങ്ങളോട് സംസാരിക്കുന്ന ജോസഫിനെതിരെ 37-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഒരു വലിയ ഗൂഢാലോചന നടക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? കൊല്ലേണ്ടതിന്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോട് പറയാണ്, സാത്താൻ തയ്യാറാക്കുന്ന പ്ലാനാണ് നമ്മുടെ ഡെസ്റ്റിനിയിൽ എത്തിക്കുന്ന റൂട്ട് മാപ്പ്. രാമൻ പറഞ്ഞാട്ടെ. അത് മനസ്സിലായോ? രാമൻ പറഞ്ഞാട്ടെ. നമ്മുടെ ഡെസ്റ്റിനിയിൽ, നമ്മുടെ പ്രോമിസിൽ കൊണ്ടുപോകുന്ന റൂട്ട് മാപ്പ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സാത്താൻ നമുക്കെതിരെ ഉണ്ടാക്കുന്ന പ്ലാനുകളാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ നമുക്കെതിരെ എന്തെല്ലാം പ്ലാനുകൾ സാത്താൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ പറയേണ്ട ഇതാണ്, സാത്താനെ ഒന്നും കുറയ്ക്കരുത്. രാമൻ പറ. കാര്യം നീ ഒരു സ്റ്റെപ്പ് കുറച്ചാൽ എനിക്ക് അത്രയും കൂടെ പാട് അവിടെ എത്താൻ. രാമൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് നീ ഒന്നും കുറയ്ക്കല്ലേ, നീ ഫുൾ ഫ്രെഡ്ജിൽ നീ പരിപാടി ചെയ്യണം. അതാണ് എൻ്റെ റൂട്ട് മാപ്പ്. എൻ്റെ കയ്യിൽ മോതിരം കയറുന്ന റൂട്ട് മാപ്പ്. രാമൻ പറഞ്ഞാട്ടെ. എൻ്റെ കൂടെ കർത്താവിനെ സ്തുതിക്കുന്ന ദൈവമക്കൾ, കാര്യം എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് കണ്ടേ, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചേ. അതിൻ്റെ 41-ന്റെ 42. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈക്ക് ഇട്ടു. അവന്റെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പിളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിനെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെ മേലാധികാരിയാക്കി. ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നത് എന്താണെന്നറിയാമോ? പിശാച് തന്റെ സഹോദരങ്ങളെ കൊണ്ട് ജോസഫിനെതിരെ ചെയ്ത ചെയ്ത്തുകളാണ് ദൈവം നന്മയ്ക്കാക്കി മാറ്റി ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. നല്ല സ്തോത്രം പറയണേ നിങ്ങൾ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒന്നും ഓർത്ത് നാം പേടിക്കണ്ട. ഞാൻ ഈ വചനം പഠിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ലൈഫിൽ നടക്കുന്ന സാത്താന്റെ പ്ലാൻ മുഴുവനും നിനക്ക് ചവിട്ടിക്കയറാനുള്ള സ്റ്റെപ്പുകളാണ്, നിന്റെ ലക്ഷ്യത്തിലെത്താനുള്ള റൂട്ട് മാപ്പുകളാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ദൈവത്തെ സ്തുതിക്കണം നിങ്ങൾ. നല്ലപോലെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സൺഡേയാണ്. മിണ്ടാതിരുന്നിട്ട് പോകല്ലേ. ഇന്ന് ചിലത് പിടിച്ചോണ്ടേ പോകാവൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഇവിടെ മിണ്ടാതിരിക്കല്ലേ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ ഇവിടെ മിണ്ടാതിരിക്കല്ലേ. ഇന്നലകളിൽ നടന്നതും അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്തതും സാത്താൻ ചെയ്തതും മുഴുവനും ദൈവം ഇന്ന് നന്മയ്ക്കാക്കി തീർക്കാൻ പോകുകയാണ്. ഈ വാക്യത്തിന് പറ്റിയ ഒരാൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ അത് ജോസഫ്. രാമേ പറ.
ഹല്ലേലൂയ. ജോസഫ് തന്റെ സഹോദരങ്ങളോട് പറയുക, അവരിങ്ങനെ നിൽക്കുക, അവരോട് പറയാ വിഷമിക്കേണ്ട. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഇതോർത്തൊന്നും വ്യസനിക്കേണ്ട. കാര്യം നിങ്ങൾ ചെയ്തത് അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇന്ന് എനിക്കറിയാം. നിങ്ങൾ ചെയ്തതല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. രാമൻ പറ. ഹല്ലേലൂയ. ഇന്ന് ഇത് ചിലരുടെ ടെസ്റ്റ് മണി ആകാൻ പോവാ. രാമൻ പറ. ചിലരുടെ ടെസ്റ്റ് മണി ആകാൻ പോവാ. ഒന്ന് വായിക്കാമോ? ചാപ്റ്റർ 45 എടുത്ത് ഒന്ന് വായിക്കാൻ പോവാ. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ്. ജീവരക്ഷയ്ക്കായി, ചിലരുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ എന്തിരിക്കുക അയച്ചത്. ആമേൻ പറ. അന്ന് നിങ്ങളോട് എനിക്ക് ദേഷ്യമായിരുന്നു. ആമേൻ പറ. അന്ന് നിങ്ങളോട് എനിക്ക് കോപമായിരുന്നു, അന്ന് നിങ്ങളോട് എനിക്ക് സങ്കടമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഇത് ഓർക്കുമ്പോൾ സന്തോഷമാണ്. നിങ്ങൾ ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവനും കൂടെ രക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അടുത്ത വാക്ക്, 7ാമത്തെ വാക്യം വായിച്ചു. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനോ വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനോ ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. നമുക്കറിയാം ഒരു വലിയ ക്ഷാമമാണ്. ഒരാമൻ പറഞ്ഞാട്ടെ. ക്ഷാമകാലത്ത് പോഷിപ്പിക്കേണ്ടതിന് എന്നെ ദൈവം അയച്ചെന്നാണ് ജോസഫ് അവിടെ പറഞ്ഞത്. ഒരാമൻ പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നത് ഒത്തിരി ക്ഷാമങ്ങൾ മാറ്റേണ്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരാമൻ പറഞ്ഞാട്ടെ. സ്വത്രം പറഞ്ഞാട്ടെ. ഒത്തിരി കുടുംബങ്ങളുടെ പട്ടിണി മാറ്റേണ്ടവർ, ഒത്തിരി ദേശങ്ങളുടെ ക്ഷാമം മാറ്റവർ. ഒരാമൻ പറ. ഒത്തിരി പേരുടെ കണ്ണുനീര് തുടയ്ക്കേണ്ടവര്, ഒത്തിരി പേരെ സഹായിക്കേണ്ട ജോസഫുമാര് ഇന്നിവിടെ വന്നിരിക്കുക. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നിങ്ങളെ ഇവിടെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില പ്ലാനിങ്ങുകൾ ഉണ്ടാകണം. രാമൻ പറ. കാര്യം ജോസഫിന്റെ ഒരു കുഞ്ഞു പ്രായം ഒന്ന് കാണാം. എടുത്ത ചാപ്റ്റർ 37 വേഴ്സ് 3. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട്, ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയെങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ജോസഫ് യാക്കോബിന്റെ വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് അപ്പൻ ഒത്തിരി എന്ത് ചെയ്തു? സ്നേഹിച്ചു. രാമൻ പറഞ്ഞാട്ടെ. എന്താ തെറ്റാണോ സ്നേഹിക്കുന്നത്? സ്വത്രം പറ. നല്ലല്ലേ? പക്ഷേ സ്നേഹം ബന്ധനമാകല്ലോ. രാമൻ പറഞ്ഞാട്ടെ. മനസ്സിലായോ? രാമൻ പറ. സ്നേഹം എന്താകല്ലേ? ബന്ധനമാകല്ലേ. ഇന്ന് ചിലരോട് ഞാൻ സംസാരിക്കാൻ പോ കേട്ടോണേ. ചില സ്നേഹങ്ങൾ ബന്ധനമാകല്ലേ, അടുത്ത ഡെസ്റ്റിനിയിൽ എത്തിക്കാൻ അതൊരു തടസ്സമായിട്ട് മാറും. രാമൻ പറഞ്ഞാട്ടെ. അത് പൊട്ടണം. രാമൻ. ജോസഫ് യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് വേണമെങ്കിൽ 10 മക്കളെ കൊണ്ട് കാര്യങ്ങൾ തീരായിരുന്നു. രാമൻ പറഞ്ഞാട്ടെ. 11ാമത്തെ സന്താനമായിട്ട് ജോസഫിനെ ജനിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ എഴുതി വെച്ചൊരു പ്ലാൻ ഇതാണ്: ഇവൻ ക്ഷാമം മാറ്റുന്നവനാണ്. ഒരു സ്വത്രം പറ. ഇവൻ പട്ടിണി മാറ്റുന്നവനാണ്. ഇവൻ ജനത്തെ പോഷിപ്പിക്കാൻ വേണ്ടിയാ യാക്കോബെ ഞാൻ നിനക്ക് തരുന്നത്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇവനോട് അപ്പന് ഭയങ്കര സ്നേഹമായിരുന്നു. ഹല്ലേലൂയ. ഈ സ്നേഹം കാരണം ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മറ്റുള്ളവരെക്കാളല്ല എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അവർക്ക് കളർ ഡ്രസ്സ് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ആരെ കൊടുക്കുന്നുണ്ട്? എന്നെ കേൾക്കുന്നേ, എന്നെ ഒന്ന് കേൾക്കുക. അവർക്ക് കൊടുത്തില്ലെങ്കിൽ ആർക്ക് കൊടുക്കുന്നു? ജോസഫിന് കൊടുക്കുന്നു. നിങ്ങൾ കേട്ടോണേ. ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ടോണേ. ഇവനെ വെയിൽ കൊള്ളാൻ പോലും വിടത്തില്ല. രാമൻ പറ. എന്നാ സ്നേഹം നോക്കി. നിങ്ങൾ കേട്ടോണേ. ഞാൻ വാക്യം പറഞ്ഞുതരാം, ഒന്ന് വായിച്ചു. 37:14. നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ? നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ എന്ന് എന്ത് ചെയ്യണം? ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി. അപ്പൊ ജോസഫ് എന്ത് ചെയ്തിട്ടില്ല? എന്ത് ചെയ്തിട്ടില്ല? പോയിട്ടില്ല. രാമൻ പറ. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ പോയി, ആടിനെ തീറ്റാൻ പോയി. രാമൻ പറഞ്ഞാട്ടെ. ഇവനെ മഴ കൊള്ളാൻ അപ്പൻ വിടത്തില്ല, കാര്യം പനി പിടിക്കും. രാമൻ പറഞ്ഞാട്ടെ. ഇവനെ വെയിലടിക്കാൻ അപ്പൻ വിടത്തില്ല. സ്വത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇവനെ എപ്പോഴും വീട്ടിൻ്റെ അകത്തിട്ടിട്ട്, ഇപ്പോൾ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇപ്പൊ ജോസഫിനോട് പറയാണ്, ചെന്നിട്ട് എന്ത് ചെയ്യണം? സഹോദരന്മാരുടെ ക്ഷേമം എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അതിന്റെ അർത്ഥം എന്നാ? അപ്പൻ സഹോദരന്മാരുടെ കൂടെ വെയിൽ കൊള്ളാനും മഴ കൊള്ളാനും ആടിന്റെ പുറകെ നടക്കാനും മുള്ളു കൊള്ളുവാൻ ആരെ വിട്ടിട്ടില്ല?
ഒരു പ്രത്യേക സ്നേഹത്തിന്റെ വലയ്ക്കകത്ത് രാജ്യത്തിന്റെ ക്ഷാമം മാറ്റേണ്ടവനെ പിടിച്ചു കെട്ടിയിരിക്കും. രാമേ പറഞ്ഞാട്ടെ. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്, അല്ലെ നമ്മുടെ ഡെസ്റ്റിനിക്കകത്തേക്ക് നമുക്ക് കയറാൻ പറ്റാത്ത എല്ലാ ഇമോഷണൽ അല്ലെ ബന്ധങ്ങളെയും പൊട്ടിച്ച് നമ്മൾ വെളി വരണം. ആമേൻ പറഞ്ഞാട്ടെ. കരങ്ങൾ ഉയർത്തിട്ട് നല്ല ആമേൻ പറയാമോ? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, മക്കള് 12 ഉണ്ട്, പക്ഷെ ജോസഫിനെ എന്ത് ചെയ്യത്തില്ല? പറഞ്ഞേ, ജോസഫിനെ എന്ത് ചെയ്യത്തില്ല? അവിടെ എഴുതി വെച്ചേക്ക, ഭയങ്കരമായിട്ട് സ്നേഹമാണ്. പക്ഷെ ഈ 12 പേരിൽ ഏറ്റവും വാക്തത്വമുള്ളവൻ ആരാ? അതും രാജ്യാന്തര വാക്തത്വം. രാമേ പറ. ഗ്ലോബലി കിടക്കുന്ന ഇന്റർനാഷണൽ വാക്തത്വം കിടക്കുക. നീ ഇസ്രായേലിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ക്ഷാമം മാറ്റുന്നവനാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്നവരാരും ചോട്ടാമോട്ട വാക്തത്വമുള്ളവരല്ല. ഭയങ്കര വാക്തത്വങ്ങൾ ചുമക്കുന്നവരെവിടെ ഇരിക്കുന്നത്, അസാധാരണ വാക്തത്വങ്ങൾ ചുമക്കുന്നവരെവിടെ ഇരിക്കുന്നത്. എൻ്റെ കൂടെ ഒന്ന് ദൈവത്തെ സ്തുതിച്ച് വന്നാട്ടെ. വാക്തത്വമുള്ളവർ ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ആൽവിനെ കാണുന്നത്, ഞാൻ ജോൺസനെ കാണുന്നത്, ഞാൻ ബ്രദർ മോൻസിയെ കാണുന്നത്, ഞാൻ ബ്രദർ ജോമോനെ കാണുന്നത് അല്ല ഈ ചെറിയൊരു വ്യക്തിയായിട്ടല്ല. രാമൻ പറഞ്ഞോട്ടെ. ഞാൻ സിസ്റ്റർ റിൻസിയെ കാണുന്നത് ഒരു വലിയ ക്ഷാമം മാറ്റുന്നവരാക്കി. ൂടാലാമാർഥാനീയ ഒത്തിരി പേരുടെ കണ്ണുനീര് തുടയ്ക്കുന്നവരാക്കി, ഒത്തിരി പേരുടെ പട്ടിണി മാറ്റുന്നവരാക്കി, ഒത്തിരി പേരുടെ നഗ്നത മാറ്റുന്നവരാക്കി, ഒത്തിരി പേർക്ക് തണലാകാൻ വേണ്ടി. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ ഉള്ളവർ ഇന്ന് എവിടെ നിൽക്കുക? 17 വയസ്സായി ഒരു സ്നേഹത്തിന്റെ ചങ്ങലയ്ക്കകത്ത് വീട്ടിന്റെ അകത്തോടെ നടക്കുക. രാമൻ പറഞ്ഞാട്ടെ. മറ്റുള്ളവരെല്ലാം അല്ലിയ നല്ല പുൽപ്പുറങ്ങളിലൂടെ കാട്ടിക്കോടെയൊക്കെ നടക്കുമ്പോൾ വെയിലും മഴയും കൊള്ളാതെ ഒരുത്തൻ നടപ്പുണ്ട്. അവനൊരു പ്രത്യേക സ്നേഹത്തിന്റെ അകത്ത് കുടുങ്ങിക്കിടക്കും. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ദൈവം പറഞ്ഞ് വാഗ്ദത്തമുള്ള ജോസഫേ, എനിക്ക് നിന്നെ വെളിയിൽ കൊണ്ടുവരണം. ഒരാമൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ഇങ്ങനെ വേട് പറഞ്ഞു വന്നപ്പോൾ വന്ന ഒരു പോയിന്റാണ്, സ്നേഹം നല്ലതാ, പക്ഷെ സ്നേഹം ഒരിക്കലും ബന്ധനമായി മാറല്ലേ. ഒരാമൻ പറഞ്ഞാട്ടെ. അതടുത്ത ഡെസ്റ്റിനിലേക്ക് മൂവ് ചെയ്യുന്നൊരു തടസ്സമായി മാറല്ലേ. അതടുത്ത പ്രോമിസ് നിവർത്തിക്കുന്നതിനെതിരെയുള്ള ഒരു മതിലായി അത് മാറരുത്. രാമൻ പറഞ്ഞാട്ടെ. കൂടാലാമാർഥനീയാസി. കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയോ. 17 വയസ്സായി. ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുക. ജോസഫ് ഇന്നും വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ടില്ല. ഒരാമൻ പറ. 15 കഴിഞ്ഞു, 16 കഴിഞ്ഞു. ഒരാമൻ പറ. 17 ആയപ്പോൾ ദൈവത്തിന് അറിയണം, ഇവനെ ഇവിടുന്ന് ചാടിച്ചാലേ ഉള്ളൂ അടുത്ത പദ്ധതി നടക്കത്തുള്ളൂ. രാമൻ പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മളെ ചാടിപ്പിക്കാൻ ദൈവത്തെ പോലെ മിടുക്കൻ വേറെ ആരുമില്ല. രാമൻ പറഞ്ഞാട്ടെ. വേറെ ഒന്നും ചെയ്തില്ല. ദൈവം 2 സ്വപ്നം അങ്ങ് ഇട്ട് കൊടുത്തു. രാമൻ പറഞ്ഞാട്ടെ. ആ സ്വപ്നം കേട്ടപ്പോ എന്നാ തോന്നി? വായിച്ചോ 37. 37 വായിച്ചോ. 11-ാമത്തെ വാക്യം. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. രാമൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കുവേ ഈ ഇതിന്റെ എല്ലാം പിന്നിൽ, ഓക്കെ ഞാൻ പറയുന്നു, എല്ലാ തിന്മയ്ക്കും പിന്നിൽ സാത്താനോ. രാമൻ പറഞ്ഞാട്ടെ. പക്ഷേ ചില കാര്യങ്ങൾ ദൈവം അങ്ങ് അനുവദിക്കുക. എന്തിനാണെന്നറിയാമോ? നമ്മളെ ഡെസ്റ്റിനിയിലേക്ക് തിരിക്കാൻ. രാമൻ പറഞ്ഞാട്ടെ. സ്വത്രം പറഞ്ഞാട്ടെ. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ദൈവമല്ല യൂദയുടെ അകത്ത് പ്രേരിപ്പിച്ചത്. ബൈബിൾ പറയാ സാത്താനാ കയറിയത്. പക്ഷെ ദൈവം അനുവദിക്കുകയാണ്. സാത്താനെ, നീ അത് ചെയ്താലേ ഉള്ളൂ എൻ്റെ പുത്രൻ ലോകത്തിന്റെ രക്ഷിതാവാകത്തുള്ളൂ. സ്വത്രം പറ. ഞാനത് ചെയ്യത്തില്ല, സാത്താൻ അത് ചെയ്തത്. പക്ഷെ ദൈവം പറയാണ്, നീ അത് ചെയ്താലേ ഉള്ളൂ എൻ്റെ പുത്രനെ അയച്ച പദ്ധതി അത് നടക്കത്തുള്ളൂ. അത് തന്നെയാണ് ദൈവം ഇവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ജോസഫിന്റെ മേൽ കിടക്കുന്ന ദൈവിക പ്രോമിസുകൾ നടക്കാൻ വേണ്ടി ഇവിടെ ഒരു സംഭവം ഉണ്ടാകാൻ പോവാണ്. 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ. 4-ാമത്തെ വാക്യം, അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അധികം സ്നേഹിക്കുന്നത് കണ്ടിട്ട് അവനെ എന്ത് ചെയ്തു? പകച്ചു. രാമൻ പറ.
അപ്പോൾ എപ്പോഴും ഓർത്തോണേ, ദൈവീക വാക്തത്വമുള്ളവൻ വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് വെളിയിൽ പോകാൻ നേരത്ത് ഇന്നേ വരെ ഇല്ലാത്ത പകയ്ക്കുന്ന മനോഭാവങ്ങളൊക്കെ വെളി വരൂ. രാമൻ പറഞ്ഞാട്ടെ. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ, അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് എന്ത് ചെയ്യില്ല. ഒരു സ്തോത്രം പറഞ്ഞേ, കേൾക്കുന്നുണ്ടോ? ഇത്രയും നാളും സമാധാനപരമായി സംസാരിച്ചു കൊണ്ടിരുന്നവരൊക്കെ ഒന്നും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. സൈന. ഒരാമയും പറഞ്ഞാട്ടെ, ഇതൊരു സൈന. സ്തോത്രം പറഞ്ഞേന്നേ. കോഴി നല്ലതാ. ഒരു നല്ല രാമയും പറഞ്ഞേ. കോഴിക്കുഞ്ഞുങ്ങൾക്ക് കോഴി നല്ല തീറ്റയും കൊടുക്കും, പക്ഷേ കോഴിയോടൊപ്പം വളർന്നാൽ ചിറകിൻ്റെ അകത്തിരിക്കാൻ അനുവദിക്കത്തില്ല. രാമയും പറഞ്ഞാട്ടെ. ചവിട്ട് വരുമ്പോൾ ഒരു സൈനാണ്, നീ തന്നെ തിന്നാൻ സമയമായി. രാമയും പറഞ്ഞാട്ടെ. കേൾക്കുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നീ അതുകൊണ്ട് അമ്മയോളം വളർന്ന ചിറകിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ ചവിട്ടി അകറ്റും. ഒരു സൈന കേട്ടോ. ഇന്നേ വരെ ഇല്ലാത്ത പകയും ഇന്നേ വരെ സമാധാനമായി സംസാരിച്ചവരുടെ ടൂണും ഒക്കെ മാറുമ്പോൾ ഓർത്തോണം, എവിടെയൊക്കെയോ എൻ്റെ പ്രോമിസിലോട്ട് ഞാൻ തിരിയാൻ സമയമായിരിക്കുക. രാമൻ പറഞ്ഞാട്ടെ. 2 സ്വപ്നങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ബൈബിൾ പറയുക, അവർക്ക് അവനോട് അസൂയ തോന്നി. രാമൻ പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കാത്ത ചിലതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഓർത്തോണേ, ആരോടൊരു കുശുമ്പ് വേണ്ട കേട്ടോ, ആരോടൊരു എതിർപ്പ് വേണ്ട. മനസ്സിൽ പറഞ്ഞാൽ മതി, എൻ്റെ വാക്തത്വങ്ങളുടെ സമയമായിരിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറയണേ നിങ്ങൾ. അപ്പൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ പോകാൻ പറയുക. പറഞ്ഞപ്പോഴാണ് ആ വാക്യം നടക്കുന്നത്. ഹല്ലേലൂയ. നല്ല ഒരു കൊട്ട, അതിൻ്റെ അകത്ത് 11 സഹോദരങ്ങൾക്ക് അപ്പവുമായിട്ട്. ഇതിൻ്റെ അകത്ത് അത്ര എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ പറയാം, ജോസഫ് പോകുന്ന സമയത്താണ് ഹല്ലേലൂയ സഹോദരന്മാർ. 18ാമത്തെ വാക്യം, അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അവന് വിരോധമായിട്ട് എന്ത് ചെയ്തു? ദുരാലോചന ചെയ്തു. ഒരു വലിയ ഗൂഢാലോചന, ദുരാലോചന ചെയ്യുക. എന്താ? സ്വപ്നക്കാരൻ വരുന്നുണ്ട്, ഇവനെ എന്ത് ചെയ്യണം? രാമൻ പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഓർത്തോണം കേട്ടോ. ചിലരുടെ അകത്ത് നമുക്ക് വിരോധമായി വരുന്ന ആലോചന, നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഇതിൻ്റെ തുടർന്നുള്ള അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും, ഇത് എന്നെ തകർക്കാനല്ലായിരുന്നു, എന്നെ വളർത്താനുള്ള ദൈവ പദ്ധതിയായിരുന്നു. ഉടാലാമാർത്ഥനീയ സംപ്രവചനീയ. ഒരു നല്ല ഹല്ലേലൂയ പറ നിങ്ങൾ. അവർക്ക് അസൂയ തോന്നിയത്, അവർക്ക് പക തോന്നിയത്, അവരുടെ സംസാരത്തിന്റെ ടൂൺ മാറിയത്, എന്നെ ദൂരെ കണ്ടപ്പോൾ തന്നെ തന്റെ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, അവനെ കൊല്ലണമെന്ന് അകത്തൊരു ദുരാലോചന വന്നപ്പോൾ, അല്ല ഇന്നെനിക്ക് മനസ്സിലായി, ആ ആലോചനയുടെ പിന്നിൽ എന്നെ തകർക്കുകയല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി, എന്നെ വളർത്താനുള്ള ദൈവ പ്ലാനായിരുന്നു. സ്വതന്ത്രം പറ. ഈ ഡൽഹിയിൽ ഇങ്ങനെ ഒതുങ്ങി കിടന്നാ മതിയോ? മതിയോ ജോൺസാ? സ്വതന്ത്രം പറ. ഈ കംഫോർട്ട് സോണിൻ്റെ അകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരുന്നാ മതിയോ? സ്വതന്ത്രം പറയുന്നേ. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഇങ്ങനെയൊക്കെ പോയാ മതിയോ? അല്ലേ, ഒരു വലിയ വാക്തത്വമില്ലേ? രാജ്യങ്ങളുടെ ക്ഷാമം മാറ്റുക എന്നൊരു പ്രോമിസ് ഇല്ലേ? അതിലേക്കൊന്ന് വരണ്ടേ? 17 വർഷത്തിന്റെ കംഫോർട്ട് സോൺ ദൈവം പൊളിക്കുക. രാമേ പറ. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ ദൈവാത്മാവിനോട് പറയുക, നിങ്ങൾ പേടിക്കാനൊന്നുമല്ല, ചില കംഫോർട്ട് സോണുകളെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. ഒരു സ്വതന്ത്രം പറ. ഊടാലാമാർത്ഥനീയ ശബ്ദാൽ പ്രവചന ഘടക. നിന്റെ മേലുള്ള യഥാർത്ഥ വിളി വെളിപ്പെടണമെങ്കിൽ, നിന്നെ വിളിച്ച യഥാർത്ഥ പർപ്പസിൽ എത്തണമെങ്കിൽ, നീ കംഫോർട്ട് സോണിൽ ഇരുന്നാൽ പറ്റത്തില്ല, അതിന്റെ വെളിയിലേക്ക് ദൈവം ഇറക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, കഴുകൻ കൂടുണ്ടാക്കുന്ന 3 കാര്യങ്ങൾ വെച്ച. കഴുകൻ കൂടുണ്ടാക്കുന്നത് 3 കാര്യങ്ങൾ. 1 മോളിൽ പഞ്ഞി, 2 താഴെ ചകിരി, 3ാമത്തെ തട്ടാണ് മുള്ള്. 3ാമത്തെ തട്ടാണ് മുള്ള്. ശ്രദ്ധിച്ചോണേ, നല്ലപോലെ കേട്ടോണേ. ഹല്ലേലൂയ. 3ാമത്തെ തട്ട് മുള്ള്. ഈ കഴുകൻ കംഫോർട്ട് സോണില്ല കുഞ്ഞുങ്ങളിരിക്കുന്ന കാര്യം. തീറ്റ തേടി പോകേണ്ട അപ്പനും അമ്മയും വന്ന് തീറ്റ തരും. അപ്പോൾ ഇവർ പറക്കൽ പഠിക്കേണ്ട സമയമാകുമ്പോഴും ഇവർക്ക് മടിയാ. എത്ര വിളിച്ചാലും ഇവർ പോകത്തില്ല. ഉടനെ പേരൻസ് എടുക്കുന്ന തീരുമാനം ഇതാണ്, ഈ പഞ്ഞിയുടെ തട്ടൊന്ന് മാറ്റാം. ഒരാമയും പറഞ്ഞാട്ടെ. പഞ്ഞിയുടെ തട്ട് മാറ്റാം. കാര്യം ആവശ്യത്തിന് ഫുഡ് അവർ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് പറക്കൽ പഠിക്കണ്ട. അമ്മ ഇന്ന് വിളിക്കും, അപ്പൻ വൈകുന്നേരം വിളിക്കും, വരത്തില്ല. ഉടനെ അപ്പനും അമ്മയും എടുക്കുന്ന തീരുമാനം ഇതാണ്, നമുക്ക് പഞ്ഞിയുടെ തട്ടൊന്ന് എടുക്കാം. അങ്ങനെ അവർ ചുണ്ടുകൊണ്ട് പഞ്ഞി മാറ്റിക്കഴിയുമ്പോൾ വന്ന് വീടുന്ന ചകിരിയില്ല.
ചകിരയിൽ ആദ്യത്തെ വരവിൻ്റെ അകത്ത് ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാകും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഈ പെയിൻ്റെ അകത്ത് അവരെ വിളിക്കും, വാ നമുക്ക് പഠിക്കാൻ പോകാം, കയറ്, ചിറകിലോട്ട് കയറ്, അപ്പൻ താഴെ കാത്തിരിപ്പുണ്ട്, പറക്കൽ പഠിക്കാന്ന് പറയുമ്പോൾ ഈ പെയിനും ഒരുമാതിരി സുഖമായിട്ട് മാറും. രാമൻ പറഞ്ഞാട്ടെ. ഈ പെയിനും ഒരു സുഖമായി കഴിയുമ്പോൾ അവർ പറയും നാളെ വരാം. ഒരാമൻ പറ. ഈ പെയിൻ സുഖമായി കഴിഞ്ഞ ഉടനെ മാതാപിതാക്കൾ രണ്ടാമത്തെ തീരുമാനമാണ് ചകിരി മാറ്റം. ഒരാമൻ പറഞ്ഞാട്ടെ. ചകിരി മാറ്റി ചെല്ലുന്ന എവിടെയാ? മുള്ളേല. ഒരു സ്വതന്ത്രം പറ. മുള്ളിൻ്റെ അകത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് പറയാം, ബാ നമ്മയുടെ കൂടെ വരാം പറക്കൽ പഠിക്കാൻ. രാമൻ പറഞ്ഞാട്ടെ. ഇങ്ങനെയാണ് കഴുകൻ അല്ലെ പറക്കാൻ പഠിക്കാൻ കയറുന്നത്. രാമൻ പറഞ്ഞാട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് പറയുക, പഞ്ഞിയിലിരുന്നാൽ നീ നിന്റെ പ്രോമിസിൽ പറക്കത്തില്ല. രാമൻ പറ. ചകിരിയും നിനക്കൊരു സുഖമായിട്ടൊരു കാലം മാറും, ചെറിയ പെയിനും നിനക്കൊരു കാലം സുഖമായിട്ട് മാറും. പക്ഷേ ഇന്ന് ചിലരോടൊരു ദൂത, മുള്ളിന്റെ മുകളിൽ വീഴും മുമ്പ് തന്നെ പുതിയൊരു തീരുമാനങ്ങളിലേക്ക് ചിലർ കയറി വരട്ടെ. കഴുക, നീ പഞ്ഞിയുടെ മുകളിൽ ഇരിക്കാനാണോ കുഞ്ഞെ? ഒരാമേ പറ. ആകാശത്തിൽ പറക്കേണ്ടവനല്ലേ? മഴമേഘങ്ങളുടെ മുകളിൽ പറക്കേണ്ടവനല്ലേ? സ്വതന്ത്രം പറ. നീ കംഫോർട്ട് സോണിന്റെ അകത്ത് 3 നേരം കിട്ടുന്ന ആഹാരം കഴിച്ച് പഞ്ഞിക്കകത്ത് ഉറങ്ങേണ്ടവനല്ല, നീ ആകാശത്തിൽ പറക്കേണ്ടവനാ. ഈ മാസത്തിന്റെ 6-ാം മാസത്തിൽ ചിലരോട് ഞാൻ പ്രവചിക്കുക, ചിലരുടെ പഞ്ഞിയുടെ അവസ്ഥ മാറാൻ പോകുകയാ, ചിലരുടെ ചകിരിയുടെ അവസ്ഥകൾ മാറാൻ പോകുകയാ. രാമൻ പറ. മുള്ളെ വീഴാൻ അനുവദിക്കേണ്ട. രാമൻ പറ. ചകിരിയിൽ തന്നെ പറ, ഇതാ കർത്താവേ, ഞാൻ എന്നെ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ. കരങ്ങൾ ഉയർത്തൊരു ഹല്ലേലൂയ പറ. ജോസഫ് പഞ്ഞി കിടന്നവൻ. ആമേൻ പറ. ജോസഫ് ചകിരി കിടന്നവൻ. അസൂയയും പണ്ടത്തെ ചേട്ടന്മാരുടെ വർത്തമാനമൊക്കെ ഇച്ചിരി മുറിവുണ്ടെങ്കിലും ചകിരി കിടന്നവനാ ജോസഫ്. രാമേൻ പറ. ചകിരി കിടന്നാലും സുഖ കാര്യം വേറൊന്നുമല്ല. ചേട്ടന്മാർ എന്നെല്ലാം പറഞ്ഞാലും അപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ദൈവം പറഞ്ഞു, മോനെ അടുത്ത തട്ടിൽ നീ പോകും, അത് മുള്ളായിരിക്കും. പോയോ? പോയി. രാമൻ പറഞ്ഞാട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വേഗത്തിൽ നമ്മളെ സബ്മിറ്റ് ചെയ്യണേ. ഒരു നല്ല ഹല്ലേലൂയ പറ. വന്നപ്പോ തന്നെ സഹോദരന്മാർ പറഞ്ഞു, തേണ്ട വരുന്നുണ്ട് സ്വപ്നക്കാരൻ. അങ്ങ് പിടിച്ച് ഗൂഢാലോചനയായിരുന്നു, കൊല്ലാനായിരുന്നു. പക്ഷെ രൂപേൻ ഇടപെട്ട് കൊല്ലിച്ച മാറി. അവസാനം ഇട്ടതെങ്ങോട്ടാ? പൊട്ടക്കിണറ്റിലേക്ക്. രാമൻ പറഞ്ഞാട്ടെ. നല്ല ആഴമുള്ളൊരു കിണറ്റിലേക്ക് ഇട്ട് അവിടെ വെച്ച് ദൈവം എന്നോട് ഒരു ദൂത് പറഞ്ഞു, നിന്നെ ഏത് ആഴത്തിലാണോ സാത്താൻ തള്ളുന്നത് അതേ ഉയരത്തിലാണ് നീ പോകാൻ പോകുന്നത്. ഒരു സ്വതന്ത്രം പറ. നിന്റെ പ്രശ്നത്തിന്റെ ആഴമാ നിന്റെ വിജയത്തിന്റെ ഉയരം. കരങ്ങൾ അടിക്കാനുള്ള ദൈവത്തെ സ്തുതിക്കുക. നീ കിടക്കുന്ന ആഴങ്ങളാ നിന്റെ ഉയർച്ചയുടെ ഉയരം. ഹല്ലേലൂയ. പൊട്ടക്കിണറിട്ട്. ഒരാമേൻ പറ. സാത്താന്റെ ഒരു പ്ലാനായിരുന്നു പൊട്ടക്കിണറ്റിടുക. അടുത്ത കൊണ്ടുവന്നു അവനെ, ചുരുക്കത്തിലാ പറയുന്നത്, അവനെ കച്ചവടക്കാർക്ക് വിറ്റു. സ്വതന്ത്രം പറ. കേക്കണേ. വെയിൽ കൊണ്ടിട്ടില്ലാത്തവനാ, മാട കൊണ്ടിട്ടില്ലാത്തവനാ, കിണറ്റിൽ കിടക്കുക. 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞിരിക്കുക കച്ചവടക്കാർക്ക്. ഇപ്പോൾ അടിമ മാർക്കറ്റിൽ കൊണ്ടുപോയി അടിമകൾക്ക് വിൽക്കാൻ നിർത്തിയിരിക്കുക. ആരെ? ജോസഫിനെ. പൊത്തിഫേർ എന്ന് പറയുന്ന ഫറവോന്റെ ഉദ്യോഗസ്ഥൻ അവനെ വിലയ്ക്ക് വാങ്ങിച്ച്. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വീട്ടിൽ കൊണ്ടുപോയി. ഇന്നേ വരെ വീട്ടിൻ്റെ അകത്ത് ഒരുപാട് വേലക്കാരുണ്ട്. ഇന്നേ വരെ പോച്ച ചെയ്യാത്തവൻ പോച്ച ചെയ്യാൻ തുടങ്ങി. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്നേ വരെ പാത്രം കഴുകാത്തവൻ പാത്രം കഴുകാൻ തുടങ്ങി. ഇതെല്ലാം ചെയ്യുമ്പോൾ അവൻ ഇങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ എങ്ങനെ എനിക്ക് സംഭവിച്ചു? ചേട്ടന്മാരോടൊക്കെ അകത്തൊരു ദേഷ്യവും അപ്പനെ കാണാത്ത ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞ, മോനെ, പിശാച് നിന്റെ ചേട്ടന്മാരെ കുറിച്ച് നിന്നെ തകർക്കാൻ വെച്ച പ്ലാനാ നിന്റെ കയ്യിൽ മോതിരം വരാൻ പോകുന്നതാ. ഒരു സ്തോത്രം പറഞ്ഞോ നിങ്ങൾ? എന്നെ കൂടെ എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? അതുകൊണ്ട് ഈ വേട് ഞാൻ പഠിച്ചപ്പോൾ സാത്താനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിനക്ക് ചെയ്യാൻ ഒന്നും കുറയ്ക്കരുത്. ആമേൻ പറ. കേൾക്കുന്നുണ്ടോ? നിന്റെ പ്ലാൻ ഒന്നും കുറയ്ക്കല്ലേ എനിക്കെതിരെ. ഒരു ആമേൻ പറ. കാര്യം നീ ഒരു പ്ലാൻ കുറച്ചാൽ അതൊരു സ്റ്റെപ്പ് കുറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. മനസ്സിലാവില്ല. ആമേൻ പറ. ഹല്ലേലൂയ. അവിടെ വെച്ചായിരുന്നു തനിക്ക് ഒരു വലിയ
പ്രതികൂലം ഉണ്ടായി. അതിലൂടെ താൻ ജയിലറയ്ക്കകത്ത് പോയി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആ ജയിലറയ്ക്കകത്ത് താൻ ചെന്ന് അവിടെയും ദൈവം തന്നെ മാനിച്ചു. പക്ഷെ അടുത്ത വാക്യമാണ് നമ്മൾ പറയുന്നത്, ജയിലിൽ കിടന്ന് സ്വപ്നം വ്യാഖ്യാനിച്ച് താൻ എവിടെ എത്തി? രാജകൊട്ടാരത്തിൽ കയറി വന്നു. കരങ്ങൾ ഉയർത്തിന് ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ആ റൂട്ട് മാപ്പ് ഒന്ന് നോക്കിക്കേ. ഒരാമേൻ പറ. വീട്ടിൻ്റെ അകത്തെ സമാധാനമില്ലാത്ത വർത്തമാനം, പക, അസൂയ, സ്വതന്ത്രം പറഞ്ഞാട്ടെ, കൊല്ലാനുള്ള പ്ലാൻ, പൊട്ടക്കിണർ, വിറ്റ് കളഞ്ഞു, അടിമച്ചന്ത, പൊത്തിഫേറിന്റെ വീട്, ജയിലറ. അടുത്ത് എവിടെ എത്തി? കൊട്ടാരത്തിന്റെ അകത്ത് ഫറവോനുമായിട്ട് നേരിട്ട് സംസാരിക്കുക. നിങ്ങൾ ഇന്ന് ഈ വേട് വായിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തോണം. പിശാച് അവനെതിരെ ചെയ്ത പ്ലാൻ ആയിരുന്നു അവന്റെ പ്രൊമോഷൻ. ഒരാമേ പറ, സ്വതന്ത്രം പറ. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം സകലതും നന്മയ്ക്കാക്കി തിരിക്കും. എൻ്റെ കൂടെ കരങ്ങൾ ഉയർത്തി ഒരു ദൈവത്തെ സ്തുതിക്കാമോ? സകലതും ദൈവം എന്ത് ചെയ്യും? നന്മയ്ക്കാക്കി മാറ്റും. ആമേൻ പറ. നല്ല ഹല്ലേലൂയ പറ. ഇന്നലെ അവൻ എന്നോട് പിണങ്ങിയില്ലേ, എന്നോട് പകച്ചില്ലേ, എന്നെ തള്ളിയില്ലേ, എന്നോട് സംസാരത്തിന്റെ ടൂൺ മാറിയില്ലേ, എന്നെ പൊട്ടക്കിണറ്റിലിട്ടില്ലേ, എന്നെ വിറ്റില്ലേ, എന്നെ അത് പറഞ്ഞില്ലേ, എന്നെ ഇത് പറഞ്ഞില്ലേ. ഇതൊന്നും ചിന്തിക്കണ്ട. ഇത് നിന്റെ ഡെസ്റ്റിനിയിൽ എത്തിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ഫൈനലി ഒരു വലിയ അധികാരത്തിൽ ദൈവം കൊണ്ടിരുത്തി. വായിക്കാമോ നിങ്ങൾ? അതിൻ്റെ ഞാൻ വായിച്ചില്ല. ആ മോതിരയിടുന്ന ആ വാക്യത വായിച്ചേ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലാധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസഫിന്റെ കൈക്ക് ഇട്ടു. മതി. നിങ്ങൾ ശ്രദ്ധിക്കണേ. സഹോദരങ്ങൾ ചെയ്ത ദുരാലോചനകളാണ് ദൈവം നന്മയ്ക്കാക്കി മാറ്റിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റാൻ പോവാ. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ആമേൻ പറ. ഇത് ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് എന്തൂരി ആരുടെ കയ്യിലിട്ടു? ദൈവം നിങ്ങളെ ഹോണർ ചെയ്യാൻ പോവാ. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന കൈ ഉയർത്തിപ്പിടിക്കണം. എന്നും ഈ ഭൂമി കഷ്ടതയും പട്ടിണിയും മാത്രമല്ല, എന്നും ജയിലും ആൾക്കാരുടെ പകയും ആൾക്കാരുടെ നിന്നയും മാത്രമല്ല. നല്ലപോലെ കൈ ഉയർത്തിപ്പിടിച്ച് നിങ്ങളെ ദൈവം ഹോണർ ചെയ്യും കേട്ടോ. ജോസഫിനെ ഹോണർ ചെയ്യുന്ന കണ്ടോ? ദൈവം ജോസഫിനോട് പറയാ, ഇപ്പോൾ വയസ്സ് എത്രയുണ്ടെന്നറിയാമോ? ഇപ്പോൾ വയസ്സ് 30. ഒരാമേൻ പറ. ഉടാലാമാർദ്ധനിയ. വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകാൻ പോവാ. ഞാൻ ചിലരെ കാണുക, 30ലേക്ക് കയറുന്ന ചിലരെ കാണുക, വലിയ വിടുതലുകൾ നടക്കാൻ പോവാ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്റെ ദൈവത്തെ സ്തുതിച്ചു. നീണ്ട 13 വർഷങ്ങൾ ഒരു പ്രോസസ്സിലൂടെ താൻ പോയി. 17 വർഷങ്ങൾ സ്നേഹത്തിന്റെ ചെങ്ങലിൽ കെട്ടിക്കിടന്നവനെ ദൈവം ഇറക്കി. 13 വർഷം വല്ലാത്ത ആലോചനകളുടെ പോയവനെ 30ാമത്തെ വയസ്സിൽ ഒരു മോതിരം കൊണ്ടിടിച്ച് ദൈവം ഹോണർ ചെയ്യാൻ പോകുക. എന്നോട് ദൈവാത്മാ പറയാ, എന്റെ ദൈവം സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ചിലരെ ഹോണർ ചെയ്യാൻ പോകുക. ഈ പോയിന്റ് ആരും മറക്കല്ലേ. സാത്താൻ എനിക്കെതിരെ വരയ്ക്കുന്ന പ്ലാനാണ് എന്റെ പ്രോമിസിൽ എത്തിക്കുന്ന റൂട്ട് മാപ്പ്. ഹല്ലേലൂയ. ഒത്തിരി പേരെ ദൈവം തൊടുന്നുണ്ട് കേട്ടോ. 45-ാം അധ്യായത്തിന്റെ അകത്തേക്ക് രാജ്യത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ എല്ലാവരും ഓടി ഒരു വരവ് വന്നു. ഒരു സ്വതന്ത്രം പറ. എല്ലാവരും ഓടി ഒരു വരവ് വന്നു. ആ വരവ് വന്നപ്പോൾ സഹോദരന്മാർക്ക് മുമ്പിൽ ജോസഫ് തന്നെ വെളിപ്പെടുത്തിയിട്ട്, സഹോദരന്മാരെ, കുറ്റബോധത്തോടെ അനിയ കേക്ക്, തെറ്റിപ്പോയേട്ടോ, ഞങ്ങൾ അങ്ങനെ നിന്നോട് ചെയ്തു പോയേട്ടോ, ക്ഷമിക്ക് എന്ന് കരയുമ്പോൾ ജോസഫ് അവരെ തട്ടിട്ട് പറയാ, അങ്ങനെയൊന്നും പറയണ്ട, എനിക്കിപ്പോൾ മനസ്സിലായി അത് ദൈവത്തിന്റെ പ്ലാനായിരുന്നു. സഹോദരൻ പറ, നിങ്ങളുടെ ജീവനും കൂടെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മുൻപേ എന്നെ ദൈവം ഇവിടെ അയച്ചതാണ്. ഒരു സഹോദരൻ പറ,
ദേവദാസൻ ജോൺസനെ, ഇന്ന് ചില ചിത്രം വ്യക്തമല്ല, ഇന്ന് ചില സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ചില ഡൗട്ട് ഉണ്ട്. പക്ഷെ നാളെ ക്ലിയർ ആവും, പറയും അത് സംഭവിച്ചത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അത് സംഭവിച്ചത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. രാമൻ പറ. പൊട്ടക്കിണറ്റ് ഞാൻ കടന്നപ്പോ ചേട്ടന്മാർ കടന്ന് ചിരിച്ചപ്പോൾ എനിക്ക് അവന്മാരുടെ ദേഷ്യമായിരുന്നു. ഒരു ദാക്ഷണിയില്ലാതെ എന്നെ വിറ്റ് കളഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കോപമായിരുന്നു അമ്മമാരോട്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, അവർക്ക് മുമ്പ് എന്നെ ദൈവം അയച്ചതാ. അവരോട് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഇത് ദൈവത്തിന്റെ പ്ലാനായിരുന്നു. രാമൻ പറ. ഇത് നന്മയ്ക്കാക്കി ദൈവം മാറ്റിയതായിരുന്നു. സ്വതന്ത്രം പറ. ഇതെന്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റിയതായിരുന്നു. നിങ്ങൾ എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഇന്നലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതും ഇന്ന് നടക്കുന്നതും നാളെ നടക്കാൻ പോകുന്നതും നന്മയായി തീരുമെന്ന് വിശ്വസിക്കുന്ന രാമൻ പറ. അവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു. അവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു. രാമൻ പറ. കണ്ടോ, അപ്പനെ കൊണ്ടുവരാൻ പറഞ്ഞു, യാക്കോബിനെ കൊണ്ടുവരാൻ പറഞ്ഞു. രാജാവിന്റെ രഥത്തെ പറഞ്ഞു വിട്ടു. ജോസഫ് ഫറവോന്റെ രഥത്തെ പറഞ്ഞു വിട്ട് അപ്പനെ രഥത്തിൽ കയറ്റി എവിടെ കൊണ്ടുവന്നു? രാമൻ പറഞ്ഞാട്ടെ. ഞാൻ ആ വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യാക്കോബ് ജോസഫ് അയച്ച രഥം കണ്ടപ്പോൾ ചൈതന്യം വന്നെന്ന ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇന്ന് ചില അപ്പന്മാരോട് ചില അമ്മമാരോട് ഞാൻ പ്രവചിച്ച പറയുന്നത്, യാക്കോബ് വിചാരിച്ചിരുന്ന ജോസഫ് എന്ത് ചെയ്യുന്ന? മരിച്ചു പോയെന്ന. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിക്കുക, മരിച്ചെന്ന് പറയുന്ന ചിലതിന്റെ മറുപടികൾ വരാൻ പോവാ. രാമൻ പറ. ആ പ്രാർത്ഥന വിഷയം ഇനി പ്രാർത്ഥിക്കണ്ട, അതിൻ്റെ അകത്തൊരു ചലനമില്ല. അത് മരിച്ചുപോയ വിഷയമാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു ആൻസർ വരാൻ പോകുക. അവിടെയാ യാക്കോബ് എന്നോട് ജോസഫ് അവർ വിളിച്ചു പറഞ്ഞു, തേണ്ട ജോസഫ് അയച്ച രഥം വന്നിരിക്കുക. രാമൻ പറ. ഞാൻ അപ്പോൾ ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോ യാക്കോബിന് ചൈതന്യം വന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പ്രവചിച്ച പറയുന്നത്, നിങ്ങൾക്ക് ചൈതന്യം വരുന്ന ചില വാർത്തകൾ നമ്മൾ കേൾക്കാൻ പോകുകയോ, ചില വിടുതലുകൾ നമ്മൾ അറിയാൻ പോകുകയോ. ആ രഥത്തിൽ കയറി എവിടെ ചെന്ന്? മിസ്രൈമിൽ ചെന്ന് ജോസഫിനെ കണ്ട് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ജോസഫിനെ കാണുക മാത്രമല്ല, എഫ്രൈമെ മനേഷെ കണ്ടപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ വിചാരിച്ചത് നിന്റെ മുഖം പോലും കാണുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല, പക്ഷെ എൻ്റെ ദൈവം, ഇതെവിടെ പറയുന്നത്? യെശൂരിന്റെ ദൈവം. രാമൻ പറഞ്ഞാട്ടെ. എൻ്റെ ദൈവം നിന്റെ മുഖവും നിന്റെ മക്കളുടെ മുഖവും കാണാൻ ഭാഗ്യം തന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ജോസഫ് അപ്പനോടും പറഞ്ഞു, എനിക്ക് 13 വർഷം സംഭവിച്ചതല്ല എന്തിനായിരുന്നു? നന്മയ്ക്കായിരുന്നു. നമ്മുടെ നാട്ടിൽ ഭയങ്കര ക്ഷാമമല്ലേ? തേണ്ട ഭയങ്കര കൊയ്ത്ത് നടക്കുന്ന ആ നാട് തന്നെ ഇസ്രായേലിന് ജോസഫ് കൊടുത്തു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ കണ്ണുകളെല്ലാം ഒരു നിമിഷം അടച്ചാട്ടെ. നിങ്ങൾ എല്ലാ കണ്ണുകളും അടയ്ക്കുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ പുത്രനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഈ വിശുദ്ധ സഭയിൽ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, നല്ലപോലെ ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാനും അവിടുത്തെ അഭിഷക്തന്മാരിലൂടെ നല്ല ദൈവ ദൂതുകൾ ഞങ്ങളെ കേൾപ്പിച്ചതെല്ലാം നന്ദി കർത്താവേ. എല്ലാം നന്മയ്ക്കായി മാറുമെന്നുള്ള വചനത്തെ സ്വീകരിച്ച് ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്യാൻ പോയി കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ സഭയെ മാനിച്ച് മേശമേൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്തോത്ര വഴിപാടുകൾക്കായി പ്രാർത്ഥിക്കുന്നു. 30 അല്ല 60 അല്ല 100 മേനി ഒരു വലിയ അളവിൽ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് തിരിച്ചു കൊടുക്കണേ കർത്താവേ. ജോസഫിനെ കൊണ്ട് രാജ്യത്തിന്റെ ക്ഷാമം മാറ്റിയതുപോലെ ഈ ജനത്തെ കൊണ്ട് ക്ഷാമം മാറ്റിക്കണേ കർത്താവേ. ഇവര് കടം മേടിക്കുന്നവരല്ല, ഇവർ കടം കൊടുക്കുന്നവരായി മാറട്ടെ കർത്താവേ.
ഈ ദൈവരാജ്യത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഈ ജനത്തിന്റെ മേല് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന് യേശുവിന്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങളെ ഞാൻ റിലീസ് ചെയ്യാണ്. വീടില്ലാത്തവർക്ക് വീടുണ്ടാകട്ടെ, വാഹനമില്ലാത്തവർക്ക് വാഹനം ഉണ്ടാകട്ടെ, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകട്ടെ, പൈസ ഇല്ലാത്തവർക്ക് പൈസ ഉണ്ടാകട്ടെ, ബിസിനസ് ശക്തമാകട്ടെ, ജോലി ശക്തമാകട്ടെ, വിദ്യാഭ്യാസം ശക്തമാകട്ടെ, ആരോഗ്യം ശക്തമാകട്ടെ. എല്ലാ മേഖലയിലും എപ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹങ്ങൾ കൂടെ ഇരിക്കും. എല്ലാ മഹത്വം കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ.